ചെറുപുഴയിൽ വികസന കുതിപ്പിന്റെ 5 വർഷങ്ങൾ 152 കോടിയുടെ വികസന പദ്ധതികളുമായി MLA TI മധുസൂദനൻ. പയ്യന്നൂർ മണ്ഡലത്തിൽ പോരാട്ടം മുറുകുന്നു. പയ്യന്നൂർ മണ്ഡലത്തിലെ വികസന കണക്കുകളിൽ ചെറുപുഴ പഞ്ചായത്തിന് പറയാനുള്ളത് ഇത്തവണ കോടികളുടെ വികസന കണക്കുകളാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണ കാലയളവിൽ TI മധുസൂദനൻ MLA നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ മാത്രം ചിലവാക്കിയത് 152 കോടിയുടെ വികസന പദ്ധതികളാണ്. വികസന ലക്ഷ്യം തുടർച്ചയായിട്ട് MLA ഇത്തവണ ജനവിധി തേടുമ്പോൾ മണ്ഡലത്തിൽ നടക്കുന്നത് വാശിയേറിയ മത്സരമായിരിക്കും. 152 കോടിയുടെ വികസന രേഖകൾ ഭരണപക്ഷത്തിന് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. ഇനി ചില പ്രധാന വികസന നേട്ടങ്ങൾ പരിശോധിക്കാം. ജലജീവൻ മിഷൻ വഴി 118.26 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഈ വലിയ ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസം പ്രാപ്പോയിൽ GHSSന് 1.5 കോടി രൂപയുടെ കെട്ടിടം, മോഡൽ പ്രീ പ്രൈമറി സ്കൂൾ 1.5 കോടി തുടങ്ങി വിദ്യാഭ്യാസ മേഖലകളിൽ മാത്രം 3 കോടി രൂപയുടെ പദ്ധതികൾ. റോഡുകൾ മീന്തുള്ളി പാലം, കോഴിച്ചാൽ പാലം, ജോസ്ഗിരി രാജഗിരി റോഡ് തുടങ്ങി പൊതുമരാമത്ത് മേഖലയിൽ കോടികളുടെ നവീകരണ പ്രവർത്തനങ്ങൾ. കൂടാതെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ 115 ലക്ഷം രൂപയും ചിലവിട്ടു. ആരോഗ്യം പൂളിങ്ങം FHSക്ക് 55 ലക്ഷം രൂപയുടെ നവീകരണം, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ തുടങ്ങി പുതിയ തസ്തികകളും അനുവദിച്ചു. വായനശാലകൾക്കും സ്കൂളിനും ബിസിനസിനുമായി അനുവദിച്ച തുകയ്ക്ക് പുറമെ 21ഓളം ഗ്രാമീണ റോഡുകൾ ടാറിങ്ങിനും കോൺക്രീറ്റിനുമായി MLA ഫണ്ട് കാര്യക്ഷമമായി വിനിയോഗിച്ചു. ഇപ്പോ കഴിഞ്ഞ 5 വർഷത്തിനിടെ ചെറുപുഴ പഞ്ചായത്തിൽ മാത്രം MLAയുടെ 152 കോടി രൂപയുടെ ഫണ്ടാണ് വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയതെന്ന് പറയുന്നത്. അപ്പൊ ചേട്ടന്റെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ഇത് ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ? മൊത്തത്തിൽ നമ്മൾ പയ്യന്നൂർ MLA സംബന്ധിച്ച് നോക്കുമ്പോൾ സുദീർഘമായ സേവനം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഈ 5 വർഷക്കാലം. മൊത്തം പൊതുവിലുള്ള രാഷ്ട്രീയത്തെ സ്ഥിതി നമ്മൾ വിലയിരുത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് പയ്യന്നൂർ MLA എന്ന നിലയ്ക്ക് അദ്ദേഹം സുദീർഘമായ സേവനം നടത്തിയിട്ടുണ്ട്. ഇത്തവണ അദ്ദേഹത്തിന് ഇത്രയും വികസന പദ്ധതികൾ കാണിക്കാനുണ്ടെങ്കിലും നല്ലൊരു എതിർകക്ഷിയാണ് ഇപ്പം വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തില് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്ത് ജയിച്ച ആളല്ലേ, 19,000 മേലെ വോട്ടിന്റെ ഭൂരിപക്ഷത്ത് ജയിച്ച ഒരാളാണല്ലോ. അപ്പം ആ ഒരു ഭൂരിപക്ഷത്തെ മറികടക്കാനാവുമെന്ന് ഒരു വിശ്വാസം എനിക്കില്ല. എന്തായാലും UDFന്റെ വോട്ടും പിന്നെ ഇതിൽ നിന്നുള്ള വിമതരുടെ വോട്ടും കഴിഞ്ഞാലും ഭൂരിപക്ഷം എൻ്റെ അഭിപ്രായത്തിൽ ചിലപ്പം പയ്യന്നൂരെ കാര്യത്തിൽ ഭൂരിപക്ഷം ചിലപ്പോൾ അദ്ദേഹത്തിന് വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ. പിന്നെ എതിരാളി മോശമൊന്നുമല്ല, നല്ല ജനസമ്മതനാണ്. അയാൾ ഉന്നയിച്ചേക്കുന്ന ആരോപണങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ അറിയില്ല. എന്നാലും അദ്ദേഹം ലേഖകളും പുസ്തകങ്ങളൊക്കെ അടിച്ചു. പിന്നെ ജനങ്ങളുടെ മനസ്സല്ലേ, ജനങ്ങൾ പാർട്ടിക്കാരുടെ വോട്ട് ഇത്രയും ഭൂരിപക്ഷമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ് പരാജയപ്പെടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ അതൊരു വെല്ലുവിളി തന്നെ ആയിരിക്കും. ഇപ്പം 152 കോടിയുടെ പദ്ധതികൾ വന്നു, അതായത് വികസനങ്ങൾ വന്നു എന്ന് പറഞ്ഞാലും ചേട്ടന് എന്തെങ്കിലും അല്ല, അത് എല്ലാ മേഖലയിലും ഇപ്പൊ തിരുമേനി പ്രാപ്പോലിലേക്ക് ഒരു പാലം ഇപ്പോൾ ഈ അടുത്തിടെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, മുളപ്പുറ പാലം എന്ന് പറഞ്ഞു. അതെല്ലാം നമ്മുടെ ഇതിലുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ MLA നിലയ്ക്ക് പുതിയ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഏത് രാഷ്ട്രീയത്തിലാണ് ഉള്ള കാര്യങ്ങൾ പറയണമല്ലോ. നമ്മളെ സ്വന്തമായ രാഷ്ട്രീയമൊന്നുമില്ല. പുതുതായിട്ട് എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ വികസിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു? സ്വാഭാവികമായിട്ടും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന MLA ഉള്ളിടത്തോളം കാലം നാടിന്റെ സ്പന്ദനം അറിഞ്ഞ് ചെയ്യാൻ അയാൾക്ക് കൊണ്ട് സാധിക്കുമല്ലോ. ഇതുവരെയുള്ള 5 വർഷത്തെ പ്രവർത്തനം വെച്ച് അയാളെ എല്ലാ മേഖലകളിലും എത്തിപ്പെട്ടിട്ടുണ്ട്. അയാളെ കുറിച്ച് പൊതുവെ പ്രവർത്തനത്തിന്റെ ഇല്ല MLA പയ്യന്നൂർ MLA അഭിപ്രായ വ്യത്യാസമൊന്നും പറയാനില്ല. പിന്നെ രാഷ്ട്രീയ സാഹചര്യം UDFന്റെ പിന്തുണയും അതൊക്കെ എന്നാലും അതിനെ അതിജീവിക്കാമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും പേപ്പറിലും TVയിലും കണ്ടതാണ്, അല്ല നമുക്ക് നേരിട്ട് കണ്ടിരുന്നില്ല. അതിന് പകരം നമ്മളെ കുഞ്ഞിക്കണ്ണാട്ടം നിൽക്കുന്നത് അയാൾ വൻ ഭൂരിപക്ഷത്തോടെ അയാൾ ജയിക്കും. പക്ഷെ നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ മാത്രം 152 കോടിയുടെ വികസന പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് MLA നടപ്പിലാക്കിയിരിക്കുന്നത്. MLA കുറെ എല്ലാം ശരിയായിരിക്കും, ഈ പറഞ്ഞത്ര കോടിയൊന്നും ഉണ്ടാവില്ല. 150 കോടി എന്ന് പറഞ്ഞാൽ ചിലപ്പോ 50 കോടിയുടെ വികസനം. എന്ത് വികസനം ചെയ്തെന്ന് അവര് പറയുന്നത്? നമ്മുടെ പാലങ്ങള്, റോഡുകൾ. പാലം ശരി, പാലം ഉണ്ട്. പിന്നെ വേറെ ഒന്നും പ്രത്യക്ഷത്തിൽ കാണാനില്ല. പാലം ഓക്കെ ആയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലേക്കും എല്ലാം നല്ല രീതിയിലുള്ള ആരോഗ്യ മേഖലകളെന്ന് നോക്കുമ്പോ പിന്നെ ഇവിടെ എത്ര വലിയ വലിയ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. പിണറായി അമേരിക്കയിലും ലണ്ടനിലും പോകുന്നില്ലേ? ഹോസ്പിറ്റൽ അവര് പറയുന്നു വലിയ ഹോസ്പിറ്റൽ നല്ലതാണെന്നല്ല അവര് പറഞ്ഞല്ലാണ്ട് കാര്യമൊന്നുമില്ലല്ലോ.
അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം വി കുഞ്ഞികൃഷ്ണൻ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഒരു വെല്ലുവിളി ആയിരിക്കും. വെല്ലുവിളി ഇയാൾക്ക് മധുസൂദനെതിരായിട്ട് നടക്കുന്ന സംഭവം. അത് ജയിക്കുമെന്ന് നമ്മളെല്ലാം പറയുന്നു. അപ്പം ചെറുപുഴയില് ഇപ്പം ഇത്രയും കോടിയുടെ വികസനം വന്നു എന്ന് പറയുന്നു. അപ്പൊ ചേട്ടന് എന്തെങ്കിലും ഇനിയും വരാണ്ട കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ടോ? വന്നാ നല്ലതായിരുന്നു, പക്ഷെ വരാൻ സാധ്യതയില്ല. ഇപ്പൊ ചേട്ടൻ ഓട്ടോ തൊഴിലാളിയാണല്ലോ, അപ്പം റോഡുകളും കാര്യങ്ങളൊക്കെ റോഡ് കുറെയൊക്കെ നന്നായിട്ടുണ്ട്. എല്ലാം ഇല്ലാന്ന് പറയാൻ പറ്റില്ല, കുറെയൊക്കെ നന്നായിട്ടുണ്ട്. ഒരു 100-ൽ ഒരു 50% റോഡ് നന്നായിട്ടുണ്ട്. 50% പോക്കാം. വികസന തുടർച്ചയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മാറ്റം വരണമെന്നാണ് മണ്ഡലത്തിലെ ആവശ്യം. നല്ല ഇത്രയേറെ വികസന നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ഇത്തവണത്തെ മണ്ഡലം തിരഞ്ഞെടുപ്പ് പ്രവചനാതീതമായ പോരാട്ടത്തിലാണ് തുടക്കമിട്ടിരിക്കുന്നത്. CPM-ൽ നിന്നും പുറത്തു നിന്ന വി കുഞ്ഞികൃഷ്ണൻ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മത്സരത്തിന് വാശിയേകുന്നു. വികസനത്തിന്റെ ഈ 152 കോടി വോട്ടായി മാറുമോ, അതോ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ജനങ്ങൾ തുനിയുമോ എന്ന് കണ്ടറിയാം. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.